ഖാലിസ്ഥാൻ ഭീകരന്റെ വധത്തിൽ ഇന്ത്യൻ ബന്ധമുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളി കാനഡ. നിജ്ജർ വധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയായിരുന്നുവെന്ന റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും തെറ്റാണെന്നും കാനഡ വ്യക്തമാക്കി. ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നുമില്ലെന്നും കാനഡ സർക്കാർ പ്രതികരിച്ചു. ഖാലിസ്ഥാൻ ഭീകരന്റെ വധം സംബന്ധിച്ച് ഭാരതത്തിനെതിരെ കനേഡിയൻ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നുണപ്രചാരണങ്ങളെയാണ് കാനഡ സർക്കാർ തള്ളിപ്പറഞ്ഞത്. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജർ വധം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് കാനഡയിൽ നടന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കനേഡിയൻ മാധ്യമമായ ദി ഗ്ലോബ് ആൻഡ് മെയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. എന്നാൽ മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും തെറ്റാണെന്നും കാനഡ സർക്കാർ പ്രതികരിച്ചു. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ കുറ്റകൃത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും കാനഡ സർക്കാർ പുറത്തിറക്കിയിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കനേഡിയൻ മാധ്യമ റിപ്പോർട്ട് പുറത്തു വന്നയുടൻ തന്നെ റിപ്പോർട്ടിനെ തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. മോശമായ പ്രചാരണങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് കാനഡ നിഷേധിച്ചിരിക്കുന്നത്. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണ് നിജ്ജറിന്റെ വധത്തിന് കളമൊരുക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിജ്ജറിനെ വധിക്കാൻ ISI ക്രിമിനലുകളെ വാടകയ്ക്കെടുത്തിരുന്നുവെന്നും നിജ്ജർ വധത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരനെ ISI തേടുന്നതായും കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ 18-നായിരുന്നു ഖാലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കനേഡിയൻ സർക്കാർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ നരേന്ദ്രമോദിയും ട്രൂഡോയും G20 ഉച്ചകോടി വേദിയിലെത്തിയത് വാർത്തകളിൽ ഇടം നേടി. റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിയുടെ സമാപന വേദിയിലാണ് ഇരു നേതാക്കളും കണ്ടുമുട്ടിയതും പരസ്പരം സംസാരിച്ചതും. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഒന്നിച്ചുള്ള ചിത്രമാണ് പുറത്തുവന്നത്. ജോ ബൈഡനുമായി മോദിയും ട്രൂഡോയും ആശയവിനിമയം നടത്തുന്നതും പരസ്പരം ചിരിക്കുന്നതും ചിത്രത്തിൽ കാണാം.